20 ലക്ഷത്തിന് ഇതുപോലെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഒരു വീട്, സാധാരണ ഒരു വീടല്ലത്. ഏറ്റവും അടിയിലേക്ക് താഴ്ത്തി അവിടെ വലിയ രീതിയിൽ ഫൂട്ടിങ് നടത്തി വലിയ വീതിയിലുള്ള 90 സെന്റിമീറ്റർ ഉൾപ്പെടെ വീതിയിലുള്ള പില്ലറുകൾ വെച്ച് അത്തരം 9 കോളങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ വെച്ച് പ്ലിന്ത് ബീമും അതേപോലെ സൈസിൽ വെച്ച് ഭൂമി കുലുങ്ങിയാൽ പോലും തകരാത്ത രീതിയിലുള്ളൊരു മാതൃകയിലൊരു വീട് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീടും ഇതിന് ചുറ്റുമതിലും അതുപോലെ തന്നെ ഗേറ്റും ഇതിന്റെ ഇന്റീരിയർ ഉൾപ്പെടെ ഇപ്പോൾ കിച്ചണിലൊക്കെ പോയി നോക്കിയാൽ കാണാം അതിന്റെ കബോർഡുകളുണ്ട്. ബെഡ്റൂമിലും കബോർഡുകൾ ഇനി വരാനുണ്ട്. കിച്ചണിൽ ഇനിയും അഡീഷണൽ മേലെ തട്ട് വേറെയും വരാനുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ട് ഗേറ്റ് ഉൾപ്പെടെ ഇന്റർലോക്ക് ഉൾപ്പെടെ ഈ 20 ലക്ഷത്തിന് ഇത് ധാരാളമാണെന്ന് എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കുറേ വർഷങ്ങളായിട്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ 20 ലക്ഷം ഇത് കൂടുതലല്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്, ഇവർക്ക് പറയാനുള്ളത്, ദുരന്ത ബാധിതർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇങ്ങനെ 30 ലക്ഷം രൂപയായി വീടിന് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിനകത്ത് നിങ്ങളുടെ ഒരു മറുപടി? എന്താണ് ഈ രീതിയിൽ പില്ലറുകളും ബീമുകളും പിന്നെ ഈ 1000 സ്ക്വയർ ഫീറ്റിൽ ഇന്റീരിയർ ഉൾപ്പെടെ 1000 സ്ക്വയർ ഫീറ്റ് ചുറ്റുമതിലും ഗേറ്റും ഇന്റർലോക്കും ഉൾപ്പെടെ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ടൗൺഷിപ്പിൽ വീടുണ്ട്. എനിക്ക് കിട്ടുന്ന വീട് ഞാൻ ഫ്രീ ആയി കൊടുക്കാമെന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്.